ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മാങ്ങ വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു മാംഗോ പിക്കിൾ റെഡിയാക്കാം. മാങ്ങാച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി വാഷ് ചെയ്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ച് വെച്ചിട്ടുള്ളതാണ്. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മാങ്ങയെല്ലാം ചെറിയ സ്ക്വയേഴ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മാങ്ങയിലോട്ട് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും വിനെഗറും എല്ലാം കൂടെ മാങ്ങയിൽ നന്നായി തന്നെ പിടിച്ചു വരണം. ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന അച്ചാറിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നമുക്ക് രാവിലെ ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും മാങ്ങയെല്ലാം നല്ല സോഫ്റ്റായി ഇതിൽ വിനെഗറും ഉപ്പും എല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ടാവും. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓവർനൈറ്റ് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ മാങ്ങയിൽ നിന്നുള്ള വെള്ളം എല്ലാം ഒന്നുകൂടെ ഒന്ന് ഇതിലിറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഇപ്പോൾ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് പെർഫെക്റ്റായിട്ട് അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിലും നല്ലെണ്ണയിൽ ഉണ്ടാക്കിയായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കിയെടുക്കാം. കടുകിപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി ചൂടായി വരണം. ഇപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ല ചൂടായ എണ്ണയുണ്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അച്ചാർ കഴിക്കുമ്പോൾ കുറച്ചൊരു തരിതരിപ്പായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിലോട്ട് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത് പൊടിച്ച് വെച്ചതാണ്. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് വറുത്തതിന് ശേഷം പൊടിച്ച് വെച്ചതാണ്. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്ത ശേഷം സിമ്മിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടികളൊന്ന് ചൂടാക്കി എടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് പിന്നീട് ഓൺ ചെയ്ത് സിമ്മിൽ വെച്ച് പൊടികൾ ചൂടാക്കി എടുത്താൽ മതിയാവും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ എരിവും പുളിയും എല്ലാം ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതെല്ലാം കൂടെ നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മാങ്ങ കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. മാങ്ങ ഒട്ടും തന്നെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം ഇത് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഉപ്പെല്ലാം നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.